എന്റെ അടിമ എന്ന് റബ്ബ് പരിചയപ്പെടുത്തിയ ആൾക്കുണ്ടാവും. അതില്ലാത്തവൻ ഇബ്ലീസിന്റെ വഴിയെ തന്നെ പോകും. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് ഇബ്ലീസ് തെറ്റ് ചെയ്യിക്കൽ മാത്രമല്ല ഇബ്ലീസിന്റെ പണി. ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരും എന്ന് നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കും. നീ ഇത്രയൊക്കെ ചെയ്താലും അള്ളാഹു എന്തായാലും നിന്റെ ഒരു വാക്ക് പടച്ചോനെ പൊറുക്കണേന്ന് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന്റെ മുമ്പ് നീ പറഞ്ഞാൽ അള്ളാഹ് പുറത്തു തരും എന്ന് ഇബ്ലീസ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനിയും ചെയ്തോ. ഇപ്പൊ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ വയസ്സെത്രയായി? ഇപ്പൊ വയസ്സ് 40 ആയിട്ടുള്ളൂ. 40 വയസ്സിൽ മദ്യപാനം നിർത്തേണ്ട ആവശ്യമില്ല. ഇനിയും ആയുസ് കിടക്കാണല്ലോ. അതുകൊണ്ട് കള്ളുപിടിച്ച് ഇനിയും നിനക്ക് ഒരുപാട് ആർത്തുല്ലസിക്കാം. വയസ്സിന് ബാക്കിയുണ്ട്. വയസ്സാകുമ്പോ ഒന്ന് തൗബ ചെയ്താൽ മതി. വയസ്സാകുമ്പോൾ ഒന്ന് ഹറമിൽ ചെന്നാൽ മതി. വയസ്സാകുമ്പോഴേക്കൊന്ന് ഹജ്ജ് ചെയ്താൽ മതി. പ്രായമാകുമ്പോ താടി നരക്കുമ്പോ തല നരക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരന്നിട്ട് മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞാൽ മതി. ലോട്ടറി അവസാനിപ്പിച്ചു അപ്പോൾ പറഞ്ഞാൽ മതി. പലിശക്ക് കൊടുക്കലും പലിശ വാങ്ങലും അപ്പോൾ നിർത്തിയാൽ മതി. ഇപ്പൊ നിന്റെ താടി കറുത്തതല്ലേ? ഇപ്പോൾ നിനക്ക് വയസ്സ് ചെറുപ്പമല്ലേ? അതുകൊണ്ട് ഇപ്പൊ നന്നാവണ്ട. ഇപ്പൊ പടച്ചവനോട് പറയണ്ട. ഇപ്പൊ തൗബ ചെയ്യണ്ട. അള്ളാഹ് എപ്പോ നീ ചോദിച്ചാലും പുറത്തു തരും. അങ്ങനത്തെ റബ്ബാണെന്ന് ആര് പറയും? ഇബ്ലീസ് പറയും. അല്ലാതെ വാഴന്മാരല്ല, ഉസ്താദന്മാരല്ല. ഇബ്ലീസ് പറഞ്ഞു തരും. നിന്റെ റബ്ബ് ഔദാര്യവാനാണ്. നീ എപ്പോ ചോദിച്ചാലും അപ്പൊ പുറത്തു തരും. എന്നിട്ടോ നിന്റെ തൗബയെ ഇബ്ലീസ് ബന്ധിപ്പിക്കും. തൗബ ബന്ധിപ്പിച്ച് മഹാനായ ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിച്ച് തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുമ്പോഴാണ് നിന്റെ തൗബ ഓർമ്മ വരുന്നത്. അപ്പോ ഓർക്കും പടച്ചവനെ, എന്റെ വലതുകാല് ഇടതുകാലിന് സലാം പറയുന്നുണ്ടല്ലോ. എന്റെ അവയവങ്ങൾ അന്യോന്യം സലാം പറഞ്ഞിട്ട് ഞാൻ മരണത്തിന്റെ മുഖത്താണല്ലോ. ഞാനൊന്ന് തൗബ ചെയ്തില്ലല്ലോ. ഞാൻ മദ്യപാനത്തിൽ നിന്ന് പിന്മാറിയില്ലല്ലോ. ഞാൻ അനാശ്വാസത്തിൽ നിന്ന് മാറി നിന്നില്ലല്ലോ. ഞാൻ ലോട്ടറിയിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. ഞാൻ പലിശക്ക് കൊടുക്കുന്നതിൽ നിന്ന് മാറിയിട്ട് തൗബ ചെയ്തില്ലല്ലോ. എന്റെ കാല് സലാം പറയല്ലേ? എന്റെ അവയവങ്ങളെ സലാം പറയല്ലേ? അസ്റായീൽ എന്റെ റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പൊ തോന്നും. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പോലും നിന്റെ ശ്വാസത്തിനല്ല അനുവദിക്കൂല. അപ്പോഴത്തെ നിന്റെ അസ്തഗ്ഫിറുല്ലാഹ്ക്ക് വിലയും ഇല്ല. അതാണ് പറഞ്ഞത്, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അല്ലാഹു തആല തൗബ സ്വീകരിക്കും. മാലം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെയാണ് അതിന്റെ സമയമുള്ളത്. വെള്ളം ഇറങ്ങാത്ത സമയം, വെള്ളം ഇറങ്ങാത്ത സമയം, റൂഹ് ഇങ്ങനെ പിടിച്ച് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയത്ത് തൗബ പിന്നെ അല്ലാഹു സ്വീകരിക്കൂല. അത്രയും നേരം വിശാലതാണ്. അതുകൊണ്ടാണ് മഹാനായ അബുൽ അബ്ബാസ് ഖുർസി പറഞ്ഞത്, തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചു എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉടൻ തന്നെ പടച്ചതമ്പുരാനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇനി അതിന് സമയം നോക്കണ്ട. റമളാനിന്റെ 27ാമത്തെ രാവ് നോക്കി നിൽക്കണ്ട എന്നർത്ഥം. റജബ് കണ്ടവരൊക്കെ റമളാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് 27ാം രാവിലെ ഒരുമിച്ച് കൂടി ഇരിക്കലിൽ ഒക്കെയും തൗബ ചെയ്ത് അവസാനിപ്പിക്കാന്ന് കരുതണ്ട. വജബ, നിനക്ക് അവിടെ നിർബന്ധം. തെറ്റിന് നിനക്ക് നിർബന്ധം തൗബയാണ്. തെറ്റിനെ തെറ്റല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നവരല്ലേ? പലിശ കൊടുക്കലൊക്കെ എല്ലാവരും ചെയ്യണ്ടല്ലോ. അതൊക്കെ ചെയ്യാത്തവരാരാ ഉള്ളത്? ലോട്ടറി എടുക്കലൊക്കെ ഞാനും ഈ മഹലിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഇപ്പൊ നരകത്തിലേക്ക് പോകാനാണെങ്കിൽ ഇവിടെ എല്ലാവരും ഞങ്ങളൊക്കെ ഒന്നിച്ചായിരിക്കും. ഇങ്ങനെയൊക്കെ കരുതുന്നവരുണ്ടാവും. ഇതൊക്കെ അബദ്ധ ധാരണയാണ്. അങ്ങനെ കൂട്ടത്തിൽ ഒരാളുണ്ടായത് കൊണ്ട്, ഒരു 100 ആളുകൾ അയ്യാപുരം മഹലിൽ നിന്നുണ്ടായതുകൊണ്ട് അല്ലാഹു തആല തെറ്റിനെ ഇളവ് ചെയ്തൊന്നും തരൂല. തെറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം തെറ്റ് തന്നെ. അത് ഒരാൾ ചെയ്താലും 100 ആള് ചെയ്താലും പണ്ഡിതൻ ചെയ്താലും പാമരൻ ചെയ്താലും അറിവുള്ളവരും ഇല്ലാത്തവരും ഒക്കെയും സമമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ വേണം. 4ാമത്തെ അവസ്ഥ അബുൽ അബ്ബാസ് മുർശിദങ്ങൾ പറയാണ്, വഇമ്മാൻ തകൂന ഫിൽ വഖതി ത്വാഅതി വമുഖ്തദൽ ഹഖ് മിൻക ശുഹൂദുൽ മിന്നാ. നീ അല്ലാഹുവിനെ വഴിപ്പെടുന്നുവെങ്കിൽ, നീ നിസ്കരിക്കുന്നുവെങ്കിൽ, നീ നോമ്പെടുക്കുന്നുവെങ്കിൽ, നീ സകാത്ത് കൊടുക്കുന്നുവെങ്കിൽ, നീ ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ അവിടെ നിന്നൊക്കെ തോന്നൽ വരേണ്ടത് ഇതെന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണ്. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി ഇന്നിപ്പോ ജുമാക്ക് ഇവിടെ നേരത്തെ ഞാൻ വന്നുവെങ്കിൽ ഇതെനിക്ക് എന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണെന്ന് തോന്നണം. ഞാൻ വലിയവനായതുകൊണ്ട് ചെയ്തെന്നല്ല.
എന്റെ കയ്യിൽ പണം ഉണ്ടായി, ആ പണമൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ഞാൻ ഹജ്ജിന് പോയി, നീയൊക്കെ ഇങ്ങനെ നടന്നോ എന്നല്ല. ശുഹൂദുൽ മിന്ന, നീ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കണം. ഇതെനിക്ക് എന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണ്. ഹജ്ജ് മാത്രമല്ല, ഈ പള്ളിയിലേക്ക് നടന്നു വന്നിട്ട് ഇവിടെ ജമാഅത്തിന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് എന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണ് എന്ന തോന്നൽ വേണം. ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് ചെയ്ത അനുഗ്രഹമാണ്. ഞാൻ നോമ്പ് പിടിക്കുന്നുവെങ്കിൽ അതെന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണെന്ന തോന്നൽ വേണം. ആ തോന്നലാണ് മുഅ്മിനായ മനുഷ്യന് വേണ്ടത്. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അയാൾ വലിയ ആബിദായിരുന്നു. വലിയ ആബിദായ മനുഷ്യൻ ഇബാദത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിസ്കരിക്കാത്തവനോട് പറഞ്ഞു, നീയൊക്കെ എന്ത് മനുഷ്യനാ, നീയൊക്കെ ഇങ്ങനെ ആരോഗ്യം ഉണ്ടായിട്ട് തണ്ടും തടിയുണ്ടായിട്ട് നീയൊക്കെ ഒന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലോ, ഇനിയും നീ തെമ്മാടിയായി നടക്കല്ലേ എന്ന് ആരോട് പറഞ്ഞു? തെമ്മാടിയോട് പറഞ്ഞു. മോശക്കാരനായി നടക്കുന്ന മനുഷ്യനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആരെ സ്വർഗത്തിൽ കടത്തിയാലും അള്ളാ നിന്നെ സ്വർഗത്തിൽ കടത്തൂല. നിസ്കരിക്കുന്നവൻ, ഇബാദത്ത് ചെയ്യുന്നവൻ തെമ്മാടിയോട് പറഞ്ഞു കൊടുത്തു. ഇവര് രണ്ടുപേരും മരണപ്പെട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അള്ളാഹു പറയാണ്, എന്റെ അടിമക്ക് ഞാൻ സ്വർഗം കൊടുക്കൂല എന്ന് പറയാൻ നീ ആരടാ? നീ നിസ്കരിക്കുന്നവനാണെങ്കിൽ, നീ നിസ്കരിച്ചുവെങ്കിൽ, നീ ഇബാദത്ത് ചെയ്തുവെങ്കിൽ അതൊക്കെ നിനക്ക് ഞാൻ ചെയ്തു തന്ന നിഅമത്ത് കൊണ്ടല്ലേ. എന്റെ അടിമ തെമ്മാടിയായി പോയതുകൊണ്ട് അവന് ഞാൻ സ്വർഗം കൊടുക്കൂല എന്ന് പറയാൻ നീ ആര് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആബിദായ ഇബാദത്തുള്ള മനുഷ്യനോട് ചോദിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തെമ്മാടിയോട് സ്വർഗത്തിലേക്ക് പോകാൻ പറഞ്ഞു. നിസ്കരിച്ചിട്ട് മറ്റുള്ളവരെ നരകത്തിലാക്കിയവനോട് പറഞ്ഞു, നീ ആ കാരണം കൊണ്ട് നരകത്തിലേക്ക് പോണം. എന്റെ റഹ്മത്തിന് നീ ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാൻ ആർക്ക് സ്വർഗം കൊടുക്കില്ല എന്ന് നീ തീരുമാനിക്കണ്ടെന്ന് അല്ലാഹ് പറഞ്ഞു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരം, മറ്റു ഇബാദത്തുകളൊക്കെ എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം കൊണ്ട് ഞാൻ നിസ്കരിക്കാൻ വന്നു, ഞാൻ നോമ്പ് പിടിച്ചു, ഞാൻ ഹജ്ജ് ചെയ്തു, ഞാൻ ഉംറ ചെയ്തു. അതിലപ്പുറം മറ്റൊരു തോന്നല് മനസ്സിൽ വരാൻ പാടില്ല എന്ന് മഹാനായ അബുൽ അബ്ബാസ് മുർസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഓർമ്മപ്പെടുത്താം. ഈ 4 അവസ്ഥയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ